മൂന്നിയൂർ നന്മ റെസിഡൻസ് അസോസിയേഷൻ പാറക്കടവും എഡ്യൂകെയർ ദന്തൽ കോളേജും സംയുക്തമായി സൗജന്യ ദന്ത പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിപാടി മൂന്നിയൂർ പഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ മണമ്മൽ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ദന്തരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ ജിതിൻ മോഹൻ ക്ലാസ് എടുത്തു. പരിപാടിയിൽ CM അബ്ദുൽ മജീദ്, VP ഷുക്കൂർ, CM മുഹമ്മദ് അലീഷ, നിയാസുദ്ദീൻ KM, PK ഷിയാബുദ്ദീൻ തങ്ങൾ, CM ബഷീർ, VP അബ്ദുൽ മജീദ്, CM മുഹമ്മദ് ഷാഫി, അമീർ തങ്ങൾ, അബ്ദുറഹ്മാൻ MP, നൂറുദ്ദീൻ KM എന്നിവർ നേതൃത്വം നൽകി. നമ്മളിന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് എഡ്യൂകെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസും നന്മ റെസിഡൻസ് അസോസിയേഷൻ സംയുക്തമായി നടക്കുന്ന പല്ല് പരിശോധന, ദന്തപരിശോധന ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിലെ ജനങ്ങളുടെ സഹകരണം, എല്ലാവിധ പിന്തുണയും വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി 11-ാം വാർഡ് മെമ്പർ ശ്രീ മണമ്മൽ ശംസുദ്ദീൻ സാഹിബിനെ ക്ഷണിക്കും. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വെച്ച്. ഇതിനു മുമ്പ് നന്മ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിൽ നമ്മുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ആസ്റ്റർ മിംസും നന്മ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ഇതേ തരത്തിൽ തന്നെയാണ് അത് സംഘടിപ്പിച്ചത്. ഇത് വേറിട്ടൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു പല്ല് പരിശോധനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്യാമ്പ് വെക്കാറില്ല. എന്തായാലും ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കൂടുതൽ അവർക്കും ജനങ്ങൾക്കും അത് പ്രയോജനപ്പെടും. കാരണം ഒരു ഡോക്ടറെ പോയി കണ്ട് പരിശോധിക്കാൻ നല്ലത് ഇവിടെ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ അറിയാനും പിന്നെ ഇവരെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. എന്തായാലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2024 നന്മ റെസിഡൻസ് അസോസിയേഷൻ യൂത്ത് കോർഡിനേറ്റർ പ്രിയപ്പെട്ട മുഹമ്മദ് അലീഷ സാഹിബിന് മൂന്നിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 11-ാം വാർഡിൻ്റെ സാരഥി മണമ്മൽ ശംസുദ്ദീൻ ഉപഹാരം കൊടുത്തു. വാർഡ് മെമ്പർ, മറ്റ് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളെ, ആദ്യമായിട്ട് ഈ ഒരു ക്യാമ്പിലേക്ക് ക്ഷണിച്ച നന്മ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് കോളേജിൻ്റെയും നമ്മുടെ പൊതുജന ദന്താരോഗ്യ വിഭാഗത്തിൻ്റെയും പേര് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ക്യാമ്പിൻ്റെ ഗുണങ്ങളെല്ലാവരും പൊതുജനങ്ങളിലേക്ക് നമുക്ക് എത്തണം. ഒരുപാട് പേരും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ വില്ലിങ് അല്ല, റെഡിയല്ല. പ്രത്യേകിച്ച് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ്. നമ്മുടെ കോളേജിൽ ക്യാമ്പിന് പങ്കെടുക്കുന്ന എല്ലാ രോഗികൾക്കും എല്ലാവർക്കും നമ്മൾ ക്യാമ്പ് കാർഡ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ കാർഡിന് 25% വരെ കിഴിവ്, 25% വരെ കിഴിവിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, പ്രത്യേകിച്ച് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, പല്ലെടുക്കൽ, പല്ല് സെറ്റ് വെക്കൽ, പിന്നെ ക്ലീനിങ്, പല്ലടയ്ക്കൽ, അതുപോലെ എല്ലാത്തിനും എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ നമ്മുടെ കോളേജിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പിന്നെ എല്ലാവരും ക്യാമ്പിൽ പങ്കെടുക്കണം, ക്യാമ്പിൽ വിജയമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.